എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 സവോള അരിഞ്ഞത് ചേർത്ത് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സബോള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി 2 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയതും 5 കാഷ്യൂ നട്ട്സും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയും സബോളയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും കാഷ്നട്ടും കൂടി അരച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ആറ് മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ ഒന്ന് വരകൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.